Neyarmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. പഴയാലുവ മൂന്നാർ റോഡ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനംവകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിൽ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. മ്ലാവിടിച്ചിട്ട് സ്കൂട്ടർ യാത്രികന് പരിക്ക്. വിശദമായ വാർത്തയിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. 88 വയസ്സായിരുന്നു. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ 7:35 അന്ത്യം. വത്തിക്കാൻ അറിയിച്ചു. ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലിരിക്കെയാണ് അന്ത്യം. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. 88 വയസ്സായിരുന്നു. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ 7:35 അന്ത്യം എന്ന് വത്തിക്കാൻ അറിയിച്ചു. ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലിരിക്കെയാണ് അന്ത്യം. ഈസ്റ്റർ ദിനത്തിൽ അല്പനേരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ അദ്ദേഹം വിശ്വാസികളെ സന്ദർശിച്ചിരുന്നു. എല്ലാ മനുഷ്യർക്കും ദൈവസ്നേഹം അവകാശപ്പെട്ടതാണെന്നും ആർക്കും അത് തടയാൻ പാടില്ലെന്നും ലോകത്തോട് പറഞ്ഞ മാർപ്പാപ്പയാണ് ഓർമ്മയാവുന്നത്. 11 വർഷം ആഗോള സഭയെ അദ്ദേഹം നയിച്ചു. 2013 മാർച്ച് 13 മാർപ്പാപ്പ പദവിയിലെത്തി. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16 പാപ്പ ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നാണ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോളിയ 1282 വർഷത്തിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പ പദവിയിലെത്തിയ ആളാണ്. ലത്തീൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി പാപ്പയാകുന്നതും ഇദ്ദേഹമാണ്. മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു. അർജന്റീനയിലെ ഇന്ത്യൻ യാത്ര എന്ന ആഗ്രഹം സഫലമാകാതെയാണ് മാർപ്പാപ്പയുടെ വിയോഗം. അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹം മാർപ്പാപ്പ പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പൊതുവെ ലളിത ജീവിതം നയിച്ചിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. പൊതുഗതാഗത സംവിധാനത്തിൽ മാത്രം യാത്ര ചെയ്യുകയും ഇക്കണോമിക് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. സാധാരണക്കാരായ UAE സന്ദർശിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഗൾഫ് രാജ്യം സന്ദർശിച്ച മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ
നഹ്യാൻറെയും UAE-യിലെ കത്തോലിക്ക വിശ്വാസികളുടെയും ക്ഷണപ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മോസ്ക് സന്ദർശിച്ച മാർപ്പാപ്പ മാനവ സഹോദര്യ സമ്മേളനത്തിലും പങ്കെടുത്തിരുന്നു. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പ്രമുഖർ അനുശോചിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. പഴയാലുവ മൂന്നാർ റോഡ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനം വകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിൽ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. വനം വകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിൽ എന്ത് പ്രയോജനമാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. കോതമംഗലം രൂപത മുൻ പിതാവ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ പോലും കള്ളക്കേസെടുത്ത് ജനകീയ ആവശ്യം സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് തീരുമാനമാണ് ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും MP പറഞ്ഞു. വളരെ നാളുകളായിട്ടുള്ള ഒരു ആവശ്യമാണ്. മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് മാസം 16-ാം തീയതി അവിടെ ഒരു ജനകീയ സമരമുണ്ടായി. അവിടെ ആത്മീയ പുരോഗതനായിട്ടുള്ള മുൻ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെ പങ്കെടുത്തു. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. കേസെടുത്തു. ആ കേസെടുത്ത നടപടിക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. വലിയ തോതിലുള്ള ജനരോഷം ആ കാര്യത്തിലാണ് കത്തി. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ ഒരു നടപടിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ശ്രീ AK ശശീന്ദ്രൻ മന്ത്രിയും ആ യോഗത്തിലുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കോതമംഗലം MLA ആ യോഗത്തിലുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു യോഗമായിരുന്നു അത് എന്ന് മാധ്യമങ്ങൾ വാർത്ത സ്ഥിരീകരിക്കുകയുണ്ടായി. ആ യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കേസ് പിൻവലിക്കാൻ, പോലീസ് എടുത്ത കേസും വനംവകുപ്പ് എടുത്ത കേസും പിൻവലിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആ യോഗത്തിലൂടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അക്കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേസ് പിൻവലിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏതായാലും തെറ്റ് മനസ്സിലാക്കി ഗവൺമെന്റ് എന്ന് ഞാൻ വിലയിരുത്തിയാണ്. പക്ഷേ ആ പിൻവലിച്ചത് ആരുടെയും ഔദാര്യത്തിലല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിശക്തമായ സാമൂഹ്യ സമ്മർദ്ദം അക്കാര്യത്തിലുണ്ടായി. ഒരുപാട് പ്രതിഷേധം അക്കാര്യത്തിലുണ്ടായി. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരും കേസിനെ ഭയക്കുന്നുമില്ല. ഏതായാലും കേസ് പിൻവലിച്ചു, സ്വാഗതം ചെയ്തു. രണ്ടാമത്തെ കാര്യം, ആ യോഗത്തിലെ തീരുമാനമായി വന്നത് PCF പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ രാജേഷ് രവീന്ദ്രനെ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് വസ്തുതാപരമായ റിപ്പോർട്ട് നൽകാൻ 3 മാസം സമയം അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ്. മ്ലാവിടിച്ച സ്കൂട്ടർ യാത്രികന് പരിക്ക്. ചെറുതോണി സ്വദേശി ബൈജു രാജനാണ് മ്ലാവിടിച്ച് അപകടം സംഭവിച്ചത്. തലയടിച്ച് നിലത്ത് വീണുവെങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപമായിരുന്നു ബൈജു സഞ്ചരിച്ച സ്കൂട്ടറിൽ മ്ലാവിടിക്കുന്നത്. അതിവേഗം റോഡിലേക്ക് ചാടിയ മ്ലാവ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈജു തലയടിച്ച് റോഡിൽ വീണു. എങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മറ്റുള്ളവരുടെ മാത്രം രക്ഷപ്പെട്ടാക്കുന്നതാണ്. നന്നായിട്ട് തലയിടിച്ചാണ് വീണാക്കുന്നത്. വണ്ടി മൊത്തം പോയാക്കുന്നത്. ഞാനൊരു പാവപ്പെട്ടവനാണ്. എൻ്റെ വണ്ടി ഇതുപോലെ നശിച്ചു പോയാക്കുന്നത്. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഹെൽമെറ്റുള്ളതാണ് മരിച്ചു പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. 3 പിള്ളേരുള്ള ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. മുൻപും ഈ പ്രദേശങ്ങളിൽ നിരവധി പ്രാവശ്യം കാട്ടുമൃഗങ്ങളെ ഇടിച്ച് വാഹനയാത്രികർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച വാഹനയാത്രികർക്ക് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സിറ്റി വിഷൻ, ഉപ്പുതറ. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞം സംഘടിപ്പിക്കും. ഏപ്രിൽ 25, 26, 27 തീയതികളിൽ NRCTയിൽ നടക്കുന്ന യജ്ഞം പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞം 25-ന് ആരംഭിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന യജ്ഞം 27-ന് സമാപിക്കുമെന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ മഹാസമാധിയിലെ കെടാവിളക്കിൽ നിന്നും പകരുന്ന ദിവ്യജ്യോതി ഈ SNDP യൂണിയനിലെ വിവിധങ്ങളായ മേഖലകളിലൂടെ ദിവ്യജ്യോതി പ്രയാണമായി സഞ്ചരിച്ച് അതിനുശേഷം 25-ാം തീയതി രാവിലെ യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കുന്നതോടെയാണ് ശ്രീനാരായണ ധർമ്മ വിചാര യജ്ഞം ആരംഭിക്കുന്നത്.
യജ്ഞത്തിന്റെ വിളംബരമറിയിച്ചുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെ 9 യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ നയിക്കുന്ന ദിവ്യജ്യോതി പ്രയാണം മുട്ടുകാട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. ശിവഗിരി മഹാസമാധിയിലെ കെടാവിളക്കിൽ നിന്നും പകർന്ന ദീപപ്രജ്വലനം ശിവഗിരി മഠത്തിലെ ശ്രീമദ് പ്രബോധതീർത്ഥ സ്വാമികൾ നിർവഹിക്കും. തുടർന്ന് യൂണിയന്റെ കീഴിലുള്ള വിവിധ ശാഖകളിലെത്തി വൈകിട്ട് 6:15 രാജാക്കാട് സമാപിക്കും. രണ്ടാം ദിവസം രാവിലെ 9 കനകപ്പുഴയിൽ നിന്നാരംഭിച്ച വൈകിട്ട് 4:15 NR സിറ്റി ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിക്കും. 25 രാവിലെ 6 മഹാഗണപതി ഹോമം, ശാന്തി ഹവനം, ശാരദാർച്ചന, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, 9 ധർമ്മപതാക ഉയർത്തൽ, തുടർന്ന് യജ്ഞദീപ പ്രതിഷ്ഠാപനം, 9:30 പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ യജ്ഞപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി KS ലതീഷ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് G അജയൻ നന്ദിയും അർപ്പിക്കും. ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, KD രമേശ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. സുരേഷ് കോട്ടയ്ക്കകത്ത്, വിനോദ് ഉത്തമൻ, സുധാകരൻ ആടിപ്ലാക്കൽ, KP ബിനു, PT ഷിബു, ശിവസ്വരൂപാനന്ദ സ്വാമികൾ, ഗുരുപ്രകാശം സ്വാമികൾ, മഹാദേവാനന്ദ സ്വാമികൾ, പ്രബോധ തീർത്ഥസ്വാമികൾ എന്നിവർ പ്രസംഗിക്കും. 11 സ്വാമിനി നിത്യചിന്മയി ശിവശതകം എന്ന വിഷയത്തിൽ പഠന ക്ലാസ് നടത്തും. 1 ഗുരുപൂജ, പ്രസാദഊട്ട്, 1:30 കുടുംബ ഭദ്രത എന്ന വിഷയത്തിൽ TR ശരത് പഠന ക്ലാസ് നടത്തും. 3:30 സർവൈശ്വര്യ പൂജ, ഗുരുദേവ ആരാധന, സമർപ്പണം. 26 രാവിലെ 6 മഹാഗണപതി ഹോമം, ശാന്തി ഹവനം, ശാരദാർച്ചന, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, 9 ആത്മീയ പ്രഭാഷണം, 10 പഠന ക്ലാസ്, ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, 11:45 പ്രഭാഷണം, ശിവസ്വരൂപാനന്ദ സ്വാമികൾ, 1:30 ഗുരുപൂജ, പ്രസാദ ഊട്ട്, 2 കോട്ടയം നന്ദഗോവിന്ദം ടീമിന്റെ ഭജൻ, 4 ഗുരുദേവാരാധന, സമർപ്പണം. 27 രാവിലെ 6 മഹാഗണപതി ഹോമം, ശാന്തി ഹവനം, 9 ആത്മീയ പ്രഭാഷണം, ശ്രീമദ് പ്രബോധ തീർത്ഥ സ്വാമികൾ, 10 പ്രഭാഷണം, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, 1 ഗുരുപൂജ, പ്രസാദ ഊട്ട്, 1:30 പ്രഭാഷണം, PT മന്മഥൻ, 3:30 സമാപന സമ്മേളനം. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിക്കും. യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ സ്വാഗതവും സെക്രട്ടറി KS ലതീഷ് കുമാർ നന്ദിയും അർപ്പിക്കും. ധർമ്മസംഘം ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് മുഖ്യപ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സംഘടനാ സന്ദേശം നൽകും. ബിജു മാധവൻ, സജി പറമ്പത്ത്, ചെമ്പൻകുളം ഗോപി വൈദ്യർ, P രാജൻ, G അജയൻ, യൂണിയൻ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, സൈബർ സേന ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിക്കും. 5 ഗുരുദേവ ആരാധന സമർപ്പണം. സിറ്റി വിഷൻ, രാജാക്കാട്. ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് രാജാക്കാട് സ്വീകരണം നൽകി. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആബുൻ മോർ ബെസോലിയോസ് ജോസഫ് ബാവയ്ക്ക് രാജാക്കാട് മോർ ബെസോലിയോസ് ചാപ്പലിൽ സ്വീകരണം നൽകി. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആബുൻ മോർ ബെസോലിയോസ് ജോസഫ് ബാവയ്ക്ക് രാജാക്കാട് മോർ ബെസോലിയോസ് ചാപ്പലിൽ സ്വീകരണം നൽകി. രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ, പഴയടുതി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. അങ്ങനെയുള്ള നല്ല മനുഷ്യരുടെ ഒരു സമൂഹം വളർന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിലെ വർദ്ധിച്ചു വരുന്ന തിന്മകളും അതുപോലെ തന്നെ ചതിക്കുഴിയിലേക്ക് വീണു പോകുന്ന. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, മതസൗഹാർദ്ദ കൂട്ടായ്മ ചെയർമാൻ MB ശ്രീകുമാർ, കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, കോർഡിനേറ്റർ VS ബിജു, ഇമാം മൻസൂർ ബാഗവി, സാബു വാവലക്കാട്ട്, PB മുരളീധരൻ നായർ, സുധീർ കോട്ടക്കുടി, സജി കോട്ടയ്ക്കൽ, CB കൊച്ചുവെള്ളാട്ട്, അബ്ദുൽ കലാം, VV ബാബു, ടൈറ്റസ് ജേക്കബ്, MR അനിൽകുമാർ, VC ജോൺസൺ എന്നിവർ പങ്കെടുത്തു. പഴയവടുതി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ എൽദോസ് മേനോത്തുമാലിൽ, ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, ഭാരവാഹികളായ പ്രിൻസ് കന്യാക്കുഴി, എൽദോസ് കാരിയേലിൽ, ജോഷി കന്യാക്കുഴി എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി.
സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 94469 66421. വീണ്ടും വാർത്തയിലേക്ക്. മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ശോചനീയാവസ്ഥയിൽ. തകർന്നു കിടക്കുന്ന റോഡ് രോഗികളെ വലിക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വരയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ തോട്ടത്തൊഴിലാളികളും ആദിവാസികളും അതുപോലെ തന്നെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്തുള്ള ഏക ഒരു ആശ്രയമാണ് ഈ ഫസ്റ്റ് റെഫറൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൻ്റെ റോഡ് തന്നെ അതോറിറ്റീസും അതുപോലെ തന്നെ ടാറ്റ ഹൈറേഞ്ച് അല്ലെങ്കിൽ KDHP കമ്പനിയുടെ മേജർ ഇതായിട്ടുള്ളതാണ്. അത് ഇതുവരെയായിട്ട് നന്നാക്കാൻ പറ്റിയിട്ടില്ല. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസമനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. மூணார் டவுனில் இருக்கக்கூடிய ஜெனரல் ஹாஸ்பிட்டல் GH என்று அழைக்கக்கூடிய ஜெனரல் ஹாஸ்பிட்டல் ரோடு தகர்ந்துட்டு வருஷங்களாச்சு. இங்கே இருக்க லோக்கல் பொதுமக்களும் எஸ்டேட்டில் இருக்க தோட்டம் தொழிலாளி மக்களும் ஆதிவாசி மக்களும் இங்கே ஒரு எமர்ஜென்சி ஃபஸ்ட் எய்டுக்கு வரணும்னா ரொம்ப கஷ்டப்பட்டு வர வேண்டியதாக இருக்குது. ஒரு வண்டியில் இங்கே வரணும்னா 1 மணி நேரத்துக்கு மேலே ஆகுது இந்த ஹாஸ்பிட்டல் வர்றதுக்கும். ரோடு தகர்ந்து ரொம்ப இதாக இருக்குது. மழை காலத்துலேயும் இந்த வெயில் காலத்துலேயும் நமக்கு வண்டியில் வர்றதுக்கு ரொம்ப கஷ்டமான ஒரு சூழ்நிலை இருக்குது. உடனடியாக இந்த ரோடை சரி செய்ய வேண்டும் என்று. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. കായലും കടലുമില്ലാത്ത ഇടുക്കിയിലും മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇടുക്കിയിലെ അണക്കെട്ടുകളെല്ലാം തന്നെ ആദിവാസികളടക്കമുള്ള നൂറുകണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടാണ് ആനയിറങ്കൽ. ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മീൻ പിടിക്കാനെത്തുന്ന ജലാശയം കൂടിയാണിത്. അവധിക്കാലമായതോടെ കുട്ടികളുമൊത്ത് കുടുംബമായിട്ടാണ് ഇവിടുത്തെ മീൻപിടുത്തം. ആനയിറങ്കൽ ജലാശയത്തിലെ മത്സ്യസമ്പത്ത് ആദിവാസികൾക്കടക്കം ഒരു അധിക വരുമാന മാർഗമാണ്. ഒപ്പം സ്ഥിരം വരുമാനം കണ്ടെത്തുന്നവരും നിരവധി. അടുത്ത പ്രദേശത്തുള്ളവർ വലകെട്ടിയാണ് മത്സ്യബന്ധനം. രാത്രിയിൽ വലകെട്ടി രാവിലെ വല പൊക്കി മീൻ പിടിച്ച ഇവർ മടങ്ങും. എന്നാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായും ചൂണ്ടയിലാണ് മീൻപിടുത്തം. അത് 1 2 അല്ല, 10 20 ചൂണ്ടകൾ ഒരുമിച്ച് വെള്ളത്തിൽ എറിഞ്ഞിടും. മീൻ കൊത്തുന്നത് അറിയാനായി ഒരു കിലുക്കവും ചൂണ്ട നൂൽ കെട്ടിയിരിക്കുന്ന കമ്പിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. മഞ്ഞക്കുഴി അടക്കമുള്ള അകലെയുള്ള ആദിവാസി ഊരുകളിൽ നിന്ന് പോലും മീൻ പിടിക്കാൻ എത്തുന്നുണ്ട്. പുലർച്ചെ എത്തുന്ന ഇവർ വൈകുന്നേരത്തോടെ മടങ്ങും. ഞങ്ങൾ 5 മണിക്ക് വരും. എങ്ങനെയാ 5 മണിക്ക് വന്നു പിന്നെ എങ്ങനെയാ? ഞങ്ങൾ നടന്ന പോരും കുടിന്ന്. പിന്നെ എപ്പോൾ തിരിച്ചു പോകും? വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും. 4 മണിയാകുമ്പോൾ പോകൂല്ലേ? ഇത് കിട്ടിയാൽ കിട്ടും, കിട്ടിയില്ലെങ്കിലില്ല. കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പോയിട്ട് വരും. പോയിട്ട് വരും. എന്നാലും നമുക്ക് ഉപ്പും കഴിഞ്ഞു മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കഴിഞ്ഞ്. ഉച്ചയ്ക്കുള്ള ഭക്ഷണമടക്കമെടുത്താണ് ഇവർ മീൻ പിടിക്കാൻ ആനയിറങ്കലിലേക്ക് എത്തുന്നത്. നിലവിൽ അവധിക്കാലമായതോടെ കുടികളും കുടുംബവുമായിട്ടാണ് മീൻപിടുത്തം.
കട്ടിള, റോഹു, മൊഷി, സിലോപ്യ, ഗോൾഡ് ഫിഷ് അടക്കമുള്ള മീനുകളാണ് ഇവിടെ ധാരാളമായി ഉള്ളത്. അണക്കെട്ടിൽ നിന്ന് പിടിക്കുന്ന മീനിന് കിലോയ്ക്ക് 250 രൂപ വരെ വിലയും ലഭിക്കുന്നുണ്ട്. ആനയിറങ്കിൽ ആദിവാസികളുടെ ഉപജീവന മാർഗം കൂടിയായതിനാൽ എല്ലാ വർഷവും ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെയും ഇവിടെ നിക്ഷേപിക്കാറുണ്ട്. എന്നാൽ ആഫ്രിക്കൻ മുഴികളുടെ വ്യാപനം ആനയിറങ്കൽ ജലാശയത്തിലെ മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്ന് ആദിവാസികൾ പറയുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് നടത്തുന്ന അനാവശ്യ പോരാട്ടങ്ങളും യുദ്ധങ്ങളും പദ്ധതികൾ പലതും തടസ്സപ്പെടുത്തുന്നതായി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. അനാവശ്യമായ എതിർപ്പുകളും പോരാട്ടങ്ങളുമാണ് ആശാവർക്കർമാരുടെ ഉൾപ്പെടെ പല മേഖലകളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. സർക്കാരിന്റെ പിടിവാശി മൂലം സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി, പാചക തൊഴിലെടുക്കുന്നവരുടെ വിഷയങ്ങൾ എന്നിവ അനിശ്ചിതത്വത്തിലാണ്. സംസ്ഥാന സർക്കാരിന്റെ നിഷേധ നിലപാടും അനാവശ്യ വിവാദങ്ങളും കാരണം PM-ശ്രീ പദ്ധതി കേരളത്തിന് നഷ്ടമായെന്നും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും MP ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. കേരള ഗവൺമെന്റ് വച്ചു പുലർത്തുന്ന അച്ചടക്കമില്ലായ്മയും വകമാറ്റി ചെലവഴിക്കലുകളുമെല്ലാം ജനങ്ങൾ ഇന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്താണ്? എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അത് കുടിശ്ശിക വരുത്തിയത് എന്നുള്ളത് ഞാൻ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുകയല്ല. പക്ഷെ എന്നാൽ പോലും ഒരു കാര്യത്തിൽ തുറന്ന് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഗവൺമെന്റ് എന്നുള്ള നിലയിൽ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പണം ഉൾപ്പെടെ ലഭിക്കേണ്ടതായിട്ടുള്ള, അത് നൽകപ്പെടേണ്ടതായിട്ടുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്രവുമായി അനാവശ്യമായി യുദ്ധം പിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയും ആ പണം മുടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. സ്വപ്നക്കൂട് 2025 പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1998 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്വപ്നക്കൂട് 2025 നടന്നു. ഉപ്പുതറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു വേങ്ങവേലി ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1998 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്വപ്നക്കൂട് 2025 നടന്നു. ഉപ്പുതറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു വേങ്ങവേലി ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 1998 ആ ബാച്ചിലെ ആരൊക്കെ കൂട്ടുകാരായിരുന്നു അവരെ കണ്ടെത്തണം. അവർ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകണം. ഇതെല്ലാം ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും ഈ സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കഴിഞ്ഞ ഒരു 6 മാസം തന്നെ ഉണ്ടായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ബിനു അധ്യക്ഷയായി. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1998 പഠിച്ചിറങ്ങിയ SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആണ് സ്വപ്നക്കോട് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. പരിപാടിയിൽ വെച്ച് വിരമിച്ച അധ്യാപകരായ ഗ്രേസിക്കുട്ടി സ്കറിയ, സണ്ണി പാത്രപ്പാങ്കൽ, സാബു തോമസ്, ജെയിംസ് ലൂക്കോസ്, ടോമി, ജെയിംസ്, ജെസി എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ലാൽ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ ഷിനോജ് പാഴിയാങ്കൽ, പ്രോഗ്രാം കോർഡിനേറ്റർ മഞ്ജു സുരേഷ്, സ്നോജി ഷീബ, രതീഷ്, ലീനേഷ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. പഴയാലുവ മൂന്നാർ റോഡ് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനംവകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിൽ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. മ്ലാവിടിച്ചിട്ട് സ്കൂട്ടർ യാത്രികന് പരിക്ക്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651.
ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.